വേഗം വന്നാട്ടെ. നിന്നെ ആരാണ് ക്രൂരമായി കൊണ്ടുപോയത്? നിന്റെ സ്വപ്നങ്ങളിൽ എപ്പോഴും ഞാനായിരുന്നില്ലേ? പക്ഷേ ഞാൻ വന്നപ്പോഴേക്കും നിനക്ക് പോകേണ്ടി വന്നല്ലോ. 9 വയസ്സാകുമ്പോഴേക്കും അമ്മയാകാനോ കൊല്ലാനോ നിന്നെ കൊണ്ടുപോയത്. നിന്റെ വർഗത്തിന്റെ ശാപമാണിത്. ഞാൻ വരുന്നു നിന്റെ കണ്ണീർ പാടങ്ങൾ നീന്തി നിന്റെ അരികിലേക്ക്. നടന്ന് നടന്ന് കാലിലായി ഇതിപ്പോ എത്രാന്ന് വെച്ചിട്ടാ എന്തായാലും ഇറങ്ങിയില്ലേ തന്നെ കേറാ അല്ലാണ്ട് എന്താ. അല്ല നിങ്ങൾ ഇത് എത്രാമത്തെ നിക്കായല്ലോ പുറപ്പാടില്ല? 13ാമത്തെ. അപ്പൊ മക്കളുണ്ട്. മൂത്തമോന്റെ നിക്കാഹ് കഴിച്ച് 4 കൊല്ലായി. 6ാമത്തെ ബീവിനെ കെട്ടാളുണ്ട്. ഓളൊരു മൊഞ്ചത്തിയേനും അതിൽ അളയോന്റെ നിക്കാഹ് ഉറപ്പിച്ചിട്ടുണ്ട്. പറ്റുമെങ്കിൽ ഓന്റെ നിക്കാഹിന്റെ ഒപ്പരം എന്റെ നിക്കാഹും കൂടി നടത്താനാ നമ്മളൊരു ബിരിയാണി 2 കല്യാണം ചെലവ് ചുരുക്കാലോ. അല്ല തനിക്ക് നിക്കാഹൊന്നും കഴിക്കണ്ടേ? കഴിക്കണം എന്ന് വെച്ചാൽ മതിയോ? പോറ്റണ്ടേ? ഇഷ്ടം പോലെ നിൽക്കാൻ നിങ്ങളെപ്പോലുള്ള പൈസക്കാർക്ക് പറഞ്ഞ പണി. അതുകൊണ്ട് നമ്മൾ ഒരു 4 എടോ കെട്ടുമ്പോ 10-13 വയസ്സിന്റെ പെൺകുട്ടികളെ കെട്ടണം. അതൊരു സുഖ. പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ കെട്ടിയാൽ നമ്മുടെ ആരോഗ്യത്തിനൊരു കുറവും വരില്ലെന്ന് പടച്ചോൻ വിചാരിച്ച. ഇനി ഒരു 3-4 കൂടി കെട്ടണം. അതാ നമ്മളൊരു പ്ലാൻ. സമയങ്ങൾ നടന്നോളി. നമ്മളെ പോലുള്ള പെൺകുട്ടികളെ ഭാര്യമാരെ കെട്ടിക്കൊണ്ടോ?
പെണ്ണിന്റെ നിക്കാഹ് കഴിഞ്ഞപ്പോ തന്നെ നമ്മളെ നടു ഒടിഞ്ഞ് ഇനി ബാക്കി 6 ആണ്. ഇത് പഠിച്ചോൻ പറഞ്ഞ ആലോചനയാണ്. ഓൻ 60 വയസ്സുണ്ടെങ്കിലും ആവശ്യത്തിന് പൊന്നും പണവും ഒക്കെ ഉണ്ട്. കണ്ടാ മുടി അവിടെ ഇവിടെ നരച്ചിനേ ഉള്ളൂ. ഇത് നമ്മുടെ ഭാഗ്യാണ്. ഭാഗ്യം 8 പൊട്ടിച്ചില്ലാത്ത കുഞ്ഞാണ് വെച്ചത്. അത് മറക്കണ്ട. ഓ 8ഉം പൊട്ടും അന്നെ കെട്ടുമ്പോ അനക്കെത്ര വയസ്സ്? 12. എന്നിട്ട് 8ഉം പൊട്ടും തിരിയാണ്ട നീ 8 പറ്റേ. പിന്നെ നാട് നീളെ തെണ്ടാൻ വിടാണെന്നാ നമ്മളെ പെണ്ണുങ്ങൾ ആര് പുറത്തു പോണ്ട. അടുക്കളയിൽ തന്നെ പണ്ട് മുതൽ ഇനിയും അങ്ങനെ തന്നെ മതി. നുജുവിനോട് നീ പറഞ്ഞ് സമീപിക്കണം. എന്നെ കൊണ്ട് വയ്യ. ഇന്നലെ ഓളെ പഠിക്കുന്ന മാഷ് കണ്ടിരുന്നു. പഠിക്കാൻ മേടിക്കുന്ന ഓളെ മാഷ് വന്നത് കഴിയുന്നതും പഠിപ്പിക്കാനും പറഞ്ഞു. പിന്നെ കഴിയുന്നത്ര പഠിപ്പിക്കാൻ ഓനൊക്കെ അങ്ങനെ നുടിഞ്ഞാ മതി. കഴിയുന്നത്ര പഠിപ്പിക്കാൻ ഇങ്ങനത്തെ കുറെ മാഷിമാരാണ് നമ്മുടെ നാട് മോശാക്കുന്നത്. അതിനെപ്പറ്റി നീ ഒന്നും പറയണ്ട. അപ്പോ നാളെ എത്തും വരും. നുജുവിനോട് നീ പറയണം നാളെ മുതൽ സ്കൂളിൽ പോണ്ടാണ്. അത് നിന്റെ ദോഷം. എന്നിട്ട് നിന്നെയോ നിന്റെ കുട്ടീന്റെ ഭാര്യയോ ഞാൻ തന്നെയല്ലേ പോകുന്നത്. അത് എന്റെ വിദ്യാർത്ഥികളെ ഞാൻ സമാധാനിച്ചോളാം. പക്ഷേ ഇപ്പൊ കെട്ടിച്ചയക്കല്ലേ പപ്പ. കാലം കഴിഞ്ഞ് പിടിക്കണ്ട. നിങ്ങളെല്ലാരും ഒറ്റപ്പെട്ടാന്ന് നമുക്ക് മനസ്സിലാക്കി. നമ്മളോട് മാത്രം ആരുടെ സ്നേഹമില്ല. നിങ്ങൾ ആരെങ്കിലും നിൽക്കാതെ എതിരുന്ന നമ്മൾ കണ്ണുകുളിച്ചാവും. അല്ലെങ്കിൽ ഒരു കത്തിയെടുത്ത് എല്ലാത്തിനും പള്ളക്കിട്ട് കയറ്റി നമ്മളും പോകും അങ്ങോട്ടേക്ക്. ഒന്ന് പറയുമ്പ എന്തൊക്കെയോ അത്ഭുതങ്ങൾ കാട്ടി നമ്മൾ കൊണ്ടുപോകുമെന്ന്. അതെങ്ങോട്ടായിരിക്കും ബാബാ? സുൽത്താന്റെ കൊട്ടാരത്തിലേക്ക്. സുൽത്താന്റെ കൊട്ടാരം? അവിടെ എന്തൊക്കെ ഉണ്ടാകും ബാബാ? ഉമ്മ അവിടെ എന്തൊക്കെ ഉണ്ടാകും? എനിക്കറിയില്ല മോളെ. താത്തക്കറിയോ? അവിടെ നിറയെ അത്തറുകൾ, സുഗന്ധം പൂശിയ പട്ടുറുമാലുകൾ. അയ്യേ, നിക്ക് വേണ്ട രാജകുമാരൻ. മോളെ നീ ഇപ്പൊ ചെറിയ കുട്ടിയൊന്നല്ല, കളിച്ചു നടക്കേണ്ട പ്രായല്ലേ ഇത്. പിന്നെ നിക്കാഹിന്റെ പ്രായാണോ? ഉമ്മ, ഈ ബാബ പറയുന്നത് കേട്ടോ? നമ്മൾ കളിച്ചു നടക്കുന്ന പ്രായം കഴിഞ്ഞെന്ന്. എനിക്കിപ്പോ എത്ര വയസ്സായി? 22 വയസ്സ്, 15 പെറ്റ്, 2 ചത്ത്, 13 ബാക്കി. കണ്ടോടി, ഓർക്കാനാ ഇട്ടും പൊട്ടും അറിയാത്ത. വേറെ വർത്താനത്തിനൊന്നും നിൽക്കണ്ട. എല്ലാരോടും കൂടിയാ പറയുന്നേ. മോളുടെ നല്ലതിനു വേണ്ടിയല്ലോ ബാപ്പ പറയുന്നേ. ഞാൻ നിന്റെ കെട്ടിയോനാകാൻ പോകുന്ന ആളാ. കടല മിഠായി നിന്നെ ഞാൻ രണ്ടത്ത് രാജകുമാരിയാക്കാം. കടലിനെയും കടലാമേനെയും ഒക്കെ കാണിച്ചു തരാം. കാശ്
വിടാൻ പറയുന്നോട്. ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണ്. ഇനി നമ്മളെ കെട്ടിയോളൂ. മുത്തേ കൊത്തേ മുത്തേ കൊത്തേ എന്നു വിളിക്കണ മനത്തേരാവിന്നാണ്. ചിരിച്ച് ചിരിച്ച് മണിയറയിൽ മാരൻ നേരത്ത് കൊത്തേ എന്നു വിളിക്കണ മനത്തേരാവിന്നാണ്. മുത്തേ സ്വത്തേ എന്നു വിളിക്കണ മനത്തേരാവിന്നാണ്. ആ മുത്തേ സ്വത്തേ എന്നു വിളിക്കണ ഒരു നല്ല കാര്യം ഇടങ്കൊള്ളനായിട്ട് അന്നിപ്പൊ നീ കെട്ടിയെടുത്തത്. ആനത്തിന് എന്തിന്റെ പൂക്കളാണ്. അന്നയും അന്റെ മക്കളുടെയും ബെസ്റ്റ് നമ്മൾ മാറ്റുന്നില്ലേ? ആനങ്ങാണ്ട് കഴിഞ്ഞോളോ. ഇവളെ ഞാൻ കാണാൻ പറഞ്ഞോളൂ. കൂട്ടത്തില് മൊഞ്ചത്തിന് നീനും അതിന്റെ സ്വാതന്ത്ര്യം നിനക്ക് ഞാൻ തന്നിട്ടുണ്ട്. പക്ഷേ അതെന്റെ വഴിതടയാനുള്ള സ്വാതന്ത്ര്യം അല്ല. ആണുങ്ങൾ പറയും, പെണ്ണുങ്ങൾ അനുസരിച്ചാ മതി. നീ വന്നോ? കണ്ടില്ലേ എനിക്ക് ചുറ്റും മുള്ളുവേലികൾ. ഒരിറച്ചി കോഴിയെ പോലെ ഞാൻ ആഗ്രഹിച്ചപ്പോഴൊന്നും നീ വന്നില്ല. ഈ നരകപ്പെട്ടപ്പോൾ നീ വന്നത് എന്തിനാണ്? നിന്റെ സ്വർണ്ണ നിറവും എന്റെ കറുത്ത പേടിയും ഒരിക്കലും യോജിക്കുന്നില്ല. നിനക്ക് രക്ഷപ്പെട്ടൂടെ രുചു? എങ്ങനെ?
വയസ്സിൽ വിവാഹമോചനമോ? 9-ാം വയസ്സിൽ ഭാര്യയോ? ഞാനാണ് ഈ കുട്ടിയെ സഹായിച്ചത്. അവൾ ഇന്ന് നിർബന്ധിത വിവാഹത്തിന് വിധേയായ കൊച്ചു പെൺകുട്ടിയാണ്. ഒരു പ്രാകൃത മൃഗത്തോടൊപ്പം തളക്കപ്പെട്ട ഒരു മഞ്ഞുകാല പക്ഷി. എനിക്കൊന്നും അറിയണ്ട. വിവാഹപ്രായമാകാതെ എന്നെ കെട്ടിച്ചേട്ടത് ഈ ദൈവമാണ്. അക്ഷരങ്ങളും കളിമുറ്റങ്ങളും എനിക്ക് നിഷേധിച്ചത് ആരുടെ ഭാഷയാണ്? എനിക്ക് ഭീതിയുടെ മാതൃ കെട്ടുകൊടുക്കുന്ന രാത്രികൾ ഏത് നിയമമാണ് ഉണ്ടാക്കിയത്? എന്റെ കിടക്കിയ രക്തം വന്നു വീഴുന്ന കാഴ്ചകൾ ഈ നിയമമാണ് സൃഷ്ടിച്ചത്. അതിനൊക്കെ നിയമമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ മനസ്സിലാക്കിക്കണമെങ്കിൽ എന്ത് നിയമത്തിന്റെ കാര്യം നൽകണം? പക്ഷേ ഈ രാജ്യത്തിലെ നിയമം 9-ാം വയസ്സിൽ വിവാഹം അനുവദിക്കുന്നില്ലല്ലോ കുട്ടി. പിന്നെ എങ്ങനെയാണ് വിവാഹമോചനം? ഇത് എങ്ങനെയാണ് നടക്കുന്നത്? ഞാൻ കരയും. യമുനാ തീരങ്ങളിൽ കളിച്ചു തീരും മുമ്പേ വിവാഹത്തിന് നിർബന്ധിക്കപ്പെട്ടവൾ. ഞാൻ സാറ ഒരു കൊച്ചു സ്വപ്നം കണ്ടതിന് മുമ്പേ ആരോ പറഞ്ഞറിഞ്ഞു ഞാൻ മണവാട്ടിയായിരുന്നു. ഭാഷയും വേഷവും മാത്രമേ നമ്മെ അപരിചിതരാക്കുന്നുള്ളൂ. ഒരേ ദുരന്തവാനത്തിൽ പറക്കാൻ വിധിക്കപ്പെട്ട ഒരേ തൂവൽ പക്ഷികൾ നാം.